ഹായ് എവ്രി വൺ. ഇന്ന് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. എക്സലിൽ നമുക്ക് ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷനിൽ വരുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മെനുവിൽ ഇൻസേർട്ട് ഓപ്ഷൻ ആക്റ്റീവ് ആക്കുക. അതിൽ നമുക്ക് ഇലസ്ട്രേഷൻസിൽ പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഷേപ്സ്, ഐക്കൺസ്, 3D മോഡൽസ് ഇതെല്ലാം നമുക്ക് നമ്മുടെ ഷീറ്റിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഡിഫറെൻറ്റ് ഷേപ്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഷേപ്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്ത് അതിനകത്ത് നമുക്ക് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഷേപ്പാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ദെൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഇനിയിപ്പം ഇതിൽ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എഡിറ്റ് ഓൾട്ട് ടെക്സ്റ്റ് അല്ലെങ്കിൽ എഡിറ്റ് ടെക്സ്റ്റ് ഈ ഓപ്ഷൻ യൂസ് ചെയ്താൽ മതി. നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, വേറെ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇൻസേർട്ടിൽ ഇലസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷേപ്പ് ചൂസ് ചെയ്യാം. ഏത് ഷേപ്പാണോ വേണ്ടത് സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ അതുപോലുള്ള ഷേപ്പായിരിക്കും ഇൻസേർട്ടഡ് ആവുന്നത്. അതിനകത്ത് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ടെക്സ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഓൾട്ട് ടെക്സ്റ്റ് കൊടുക്കുക. ഏതെങ്കിലും ഓപ്ഷൻ യൂസ് ചെയ്യുക. എഡിറ്റ് ചെയ്ത് ഇതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ സൈസൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സൈസ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഹോമിൽ സൈസ് ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷനുണ്ട്, അതിൽ സൈസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അതുപോലെ ഫോണ്ട്, ഇവിടെ ഫോണ്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇൻസേർട്ടിൽ ഇലസ്ട്രേഷൻസിൽ ഷേപ്സ്, ഇപ്പോൾ ഐക്കൺസ് ഒക്കെ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐക്കൺസിൽ ക്ലിക്ക് ചെയ്യുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐക്കൺസ് കാണിക്കും. ഏത് ഐക്കണാണോ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് കൊടുക്കുക. അപ്പോൾ എവിടെയാണോ കഴ്സർ നിൽക്കുന്നത് അവിടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണോ അവിടെ കൊണ്ടുപോയി വെക്കുക. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐക്കൺസ് കൊടുത്തിട്ടുണ്ട്. അതിലേതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇൻസേർട്ടിൽ ഇലസ്ട്രേഷൻസിൽ ഐക്കൺസ് കുറേ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആനിമൽസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. ആരോസ് വേണമെന്നുണ്ടെങ്കിൽ, ആർട്സ് വേണമെന്നുണ്ടെങ്കിൽ ഏതാണോ വേണ്ടത്, ബോഡി പാർട്സ്, ബഗ്സ് വേണമെന്നുണ്ടെങ്കിൽ ബഗ്സ്, കൊമേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ കൊമേഴ്സ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഐക്കൺസ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ എന്താണോ വേണ്ടത് അത് നമുക്ക് കാറ്റഗറി ചൂസ് ചെയ്യുക, അതിൽ നിന്ന് സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് കൊടുക്കുക. സെലക്ട് ചെയ്ത് ഇൻസേർട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഐക്കണായിരിക്കും ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻസേർട്ടിൽ ഇലസ്ട്രേഷൻസിൽ അത് നിങ്ങൾക്ക് ഓരോന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്ത് നോക്കാം, ഷേപ്സ്, ഐക്കൺസ്, ദെൻ 3D മോഡൽസ്, സ്മാർട്ട് ആർട്ട്, പിന്നെ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ അത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും ഇതിലേക്ക്. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് തന്നെ വേറെ ഫോർമാറ്റിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസേർട്ടിൽ തന്നെ ഇവിടെ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. വേർഡ് ആർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ വരുന്നതാണ് വേർഡ് ആർട്ട്. വേർഡ് ആർട്ടിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് കൊടുത്തിട്ടുണ്ട്. ഏത് സ്റ്റൈലാണോ വേണ്ടത് സെലക്ട് ചെയ്യുക. അപ്പം നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് സിമ്പിൾ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് മെനുവിൽ തന്നെ ഇവിടെ സിമ്പിൾസ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആരോയിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻസ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇക്വേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് ഇൻസേർട്ട് ചെയ്യാം. സിമ്പിൾസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമ്പിൾസ് വേണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് സിമ്പിളാണ് വേണ്ടത് സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് കൊടുത്താൽ മതി. ആ സിമ്പിൾ നമ്മുടെ ഷീറ്റിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്തോളും. ഓക്കെ, വേറെ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം. നമുക്ക് നോർമൽ ടെക്സ്റ്റ് ആണെങ്കിൽ നോർമൽ ടെക്സ്റ്റ് കിട്ടും. അതുപോലെ ഓരോ രീതിയിലുള്ളതുണ്ട്, ബൾജീരിയൻ, ആ രീതിയിലുള്ളത് കിട്ടും. അങ്ങനെ ഓരോ രീതിയിലുള്ള
സിംബൽസും നമുക്ക് സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇൻസേർട്ടിൽ ഈ ടെക്സ്റ്റിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഷീറ്റിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിനകത്ത് ഒബ്ജക്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇൻസേർട്ടിൽ ടെക്സ്റ്റിൽ ഒബ്ജക്റ്റ് വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് അത് നമ്മുടെ ഷീറ്റിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പം പെയിൻറ്റിലാണ് നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പെയിൻറ്റ്, ബിറ്റ് മാപ്പ് ഇമേജ് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ നേരെ പെയിൻറ്റിലേക്ക് വന്നു. പെയിൻറ്റിൽ നമുക്കിപ്പം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ദെൻ പുറത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് മിനിമൈസ് ചെയ്ത് നോക്കുക. നമ്മൾ പെയിൻറ്റിൽ ചെയ്ത ആ ഒബ്ജക്റ്റ് നമ്മുടെ ഷീറ്റിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ സൈനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് സൈൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് ക്ലോസ് ചെയ്യണേ. ഇൻസേർട്ടിൽ ടെക്സ്റ്റിനകത്ത് ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പം ഞാനിവിടെ ബിറ്റ് മാപ്പ് ഇമേജ് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇവിടെ വന്നിട്ട് നമുക്ക് സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈൻ ചെയ്യാം. ദെൻ പുറത്ത് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ടിത് മിനിമൈസ് ചെയ്ത് നോക്കാം. നമ്മുടെ ഷീറ്റിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്തു. നമുക്ക് ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കി കൊടുക്കാം. ഓക്കെ, അതാണ് ഇൻസേർട്ട് ഒബ്ജക്റ്റ്. വേറൊരു ആപ്ലിക്കേഷനിൽ വന്നിട്ട് ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ഷീറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി എടുക്കാം. ഇപ്പം നമുക്ക് വേറെ ഏതെങ്കിലും ഫയല്, ഇപ്പം വേർഡിലെ ഫയല് നമുക്കിതിലേക്ക് ലിങ്ക് ചെയ്യണം. അപ്പം ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഷീറ്റിനകത്ത് നിന്നിട്ട്, എക്സലിൽ നിന്നിട്ട് നമ്മുടെ ഷീറ്റിനകത്ത് ലിങ്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഡോക്യുമെൻറ്റിലേക്ക് എളുപ്പം പോകാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇൻസേർട്ടിൽ തന്നെ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ലിങ്കിൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഫയലാണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മതി. ഇനിയിപ്പം നമുക്ക് വേറെ ഫയൽസ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഓപ്പൺ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക, ബ്രൗസ് ഫോർ ഫയൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ഡോക്യുമെൻറ്റ്സ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എനിക്ക് ഈ ഒരു ഫയലുണ്ട്, ഓൾ ഇൻ എന്നുള്ള ഫയലുണ്ട്, അത് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇവിടെയും ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഫയൽ ഇവിടെ ഇൻസേർട്ട് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെസ് കൊടുക്കുക. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫയലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഓക്കെ, അതായത് ഇൻസേർട്ടിൽ ലിങ്ക് വേറെ ഏതെങ്കിലും ഫയൽ നമ്മുടെ ഷീറ്റിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേർഡിലെ ഫയലോ അല്ലെങ്കിൽ പവർ പോയിൻറ്റിലെ ഫയലോ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. എവിടെയാണോ നമ്മൾ എവിടെയാണോ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് നമ്മുടെ ഫയൽ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇവിടെയും ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ കഴ്സർ എവിടെയാണോ നിൽക്കുന്നത് ആ ഫയൽ അവിടെ ഇൻസേർട്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെയാണ് കഴ്സർ നിന്നിരുന്നത്, അവിടെ ഫയൽ ഇൻസേർട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ മതി, ആ ഫയൽ ഓപ്പൺ ചെയ്തോളൂ. ഓക്കെ, ഇപ്പോൾ വേർഡിൽ വന്നിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണെന്ന് എടുക്കുന്നത്. ഇൻസേർട്ടിൽ പിക്ചേഴ്സൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിംബൽസ്, ടെക്സ്റ്റ്, ദെൻ ഓബ്ജക്റ്റ്, സൈനൊക്കെ ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. പിന്നെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽസ് നമ്മുടെ ഷീറ്റിനകത്തേക്ക് ലിങ്ക് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.